മേപ്പാടിയാണ് കേട്ടോ. മേപ്പാടി ജുമാ മസ്ജിദാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ അവസ്ഥയിൽ വെറും 30 വീടുകളെ ചില്ലറ കുടുംബം ഉണ്ടാകും. അവർക്ക് പ്രത്യേകം നിറയും. ഞാൻ ഏട്ടനാണ് ഗ്യാനി, മൂപ്പരുടെ അനി, മൂപ്പരുടെ ഏട്ടൻ ചുറ്റുക. നമ്മൾ വേറെ സ്ഥലത്തേക്ക് മാറിയിട്ടില്ല. അവിടുത്തെ ഈ ആഘാതത്തിന് മെയിൻ കാരണം കുടുംബങ്ങൾ വേരോടെ പോയി. 1-2 ആൾക്കാർ ബാക്കിയായി. അതായത് ഗൾഫിലുള്ളവർ, നാട്ടിൽ പോയത്, അങ്ങനെയുള്ളവരെ ബാക്കിയായി. നമ്മളെ ഭാഗത്തൊക്കെ കയറി വന്നതിൻ്റെ വലിയ മല അതിനോട് പൊട്ടിപ്പോയി. നമ്മൾ പ്രതീക്ഷിക്കില്ല. നമുക്ക് ഒരു ചിത്രമല്ലേ, ഒന്നുമല്ല. അത് അവിടെ പോകണം. ഇത് പോയോ? കൂടുതൽ നമ്മളൊന്നും സന്നദ്ധ സംഘങ്ങൾക്ക് ഓരോ ഇത് കൊടുക്കണത്. ഈ ക്യാമ്പുകളൊക്കെ എവിടെയൊക്കെയാണ്? ആ സ്കൂളിലുണ്ട്. ഈ സ്കൂളിൽ തന്നെ അവിടെ തന്നെ മയ്യത്ത് MS ഓഡിറ്റോറിയം ഇപ്പോൾ ആരും കയറ്റി വരും. ക്യാമ്പിൽ ഇപ്പോൾ കയറ്റി പകർത്തി അതിൻ്റെ പ്രശ്നമുണ്ട്. കുടുംബക്കാർ അല്ല ആരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം ഞാൻ കൊടുക്കുന്നു. അങ്ങോട്ട് വാങ്ങണ്ടെന്ന് പറഞ്ഞു. ഈ വെള്ളമല്ല, ഈ വയനാട്ടിൽ മഴ ആരും വാങ്ങാനില്ല. എല്ലാ ക്യാമ്പിലും വെള്ളം തന്നിട്ടേ കലക്ടർ ഉത്തരവിട്ടില്ല. ബ്രെഡും വെള്ളമൊന്നും കൊണ്ടുവരുന്നതാണ്. ബ്രെഡ് 1-2 ദിവസം ഡേറ്റ് കഴിയാം. നല്ല അവസ്ഥ വരിക. ഇപ്പോൾ ഉച്ചക്ക് ചോറുണ്ടായിരുന്നു. അതായത് ഓരോ സ്ഥലത്തും കുറ്റിയാടി, നാദാപുരം, ഓരോ സ്ഥലത്തും വരും. ഇപ്പോൾ രാവിലത്തെ നൂൽക്കൂട്ടം കറിയും വന്ന് കുറ്റിയാടി. നിങ്ങളിപ്പോൾ അന്നത്തെ നമ്മളെ നടത്തുന്ന വഴിയിൽ എപ്പോഴും അത് മാറി നിന്നാണ് തിരിച്ചു വന്നത്. അതായിട്ട് അല്ല, നിങ്ങൾക്കിപ്പോഴും വഴിയിപ്പോഴും ഇതേമാതിരി അതല്ല ഉണ്ടല്ലേ? കോൺക്രീറ്റാ? കോൺക്രീറ്റ് അല്ല.